ഒന്ന് തോറ്റു കൊടുത്താൽ പിന്നെ തീരുന്നതായിരിക്കും പല പ്രശ്നങ്ങളും. ഒന്ന് കുറഞ്ഞു കൊടുത്താൽ മതിയായിരിക്കും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് മറ്റൊരു റസൂലിന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഒരല്പം ഭക്ഷണം കൊണ്ടുവരാണ്. ഒരു പാത്രത്തിൽ ഒരു ഖാദിമാണ്, ഒരു സേവകനാണ് അത് കൊണ്ടുവരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുന്നിലേക്ക് നീട്ടിയതും ആയിഷ റളിയല്ലാഹു അൻഹ ഒറ്റ തട്ടണ പാത്രം. അത് ഈ ഈറയാണ്, റസൂലിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് പോകുമെന്നുണ്ടാകുന്ന ആ ഒരു ഈറ, അതിൽ നിന്നുണ്ടായതാണത്. ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. ആളുകൾ ഉള്ളിടത്തു നിന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. നമ്മൾ എന്തായിരിക്കും, നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഭക്ഷണമാണ് നിലത്തേക്ക് വീണത്, നമുക്ക് സഹിക്കണ കാര്യമല്ല. പക്ഷേ ആളുകൾ ഉള്ളൊരു സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം ആയിഷ റളിയല്ലാഹു അൻഹ ചെയ്തത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും ചെയ്തില്ല. ഹാറത്ത് ഉമ്മുക്കും, നിങ്ങളുടെ ഉമ്മാക്ക് ഈറ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലത്ത് വീണ ഭക്ഷണമെല്ലാം അതിൽ നിന്ന് പൊടി തട്ടിയിട്ട് അത് മറ്റൊരു പാത്രത്തിലാക്കി തിരിച്ചയക്കാണ് ചെയ്തത്. വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യ. വലിയൊരു പ്രശ്നം ഉണ്ടായ ഒരു വേദിയായിരുന്നു. എത്ര മനോഹരമായിട്ടാണ് റസൂൽ അതിനെ പരിഹരിച്ചത്. നന്മയും തിന്മയും സമമാവുകയില്ല. ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സൻ, ഏറ്റവും ഉത്തമമായത് കൊണ്ട് നിങ്ങൾ തിന്മയെ പ്രതിരോധിക്കുക. ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. എന്നാൽ നിങ്ങളുടെ ബദ്ധവൈരികൾ, നിങ്ങളുടെ കഠിന ശത്രുക്കൾ പോലും നിങ്ങളുടെ ഉറ്റ കൂട്ടുകാരായി മാറുന്ന അവസ്ഥയുണ്ടാകും. തിന്മയെ തിന്മ കൊണ്ടല്ല നേരിടേണ്ടത്, നന്മ കൊണ്ട് നേരിടുക എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശയത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ കുടുംബത്തിൽ അതുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.